ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുട്ട മലയായിട്ടാണ്. നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തെല്ലാം എന്താ പറയുക, തക്കാരത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്യാപ്പിള തക്കാരത്തിൻ്റെ എല്ലാം മെയിൻ സ്റ്റാറാണ് ഈ മുട്ടമാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു 10 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞിട്ടുള്ള അളവിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ ഇതൊരു 10 മുട്ടയെങ്കിലും മിനിമം വേണം, എന്നാലും നമുക്ക് കുറച്ചെങ്കിലും എന്താ പറയുക ഉണ്ടാവും. അപ്പോൾ അത് ഞാനിത് നല്ലോണം മുട്ട ഒന്ന് നല്ലോണം കഴുകി എന്ന് തുടച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട എപ്പോഴും ഞാനൊന്ന് നല്ലോണം കഴുകും. എന്നിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ബൗളിൽ എന്താ പറയുക, തീരെ നെയ്യും ഒന്നും പാടില്ല, എണ്ണൻ്റെ ഒരു ഒന്നും പാടില്ല, എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചിട്ടെല്ലാം 2 സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ മുട്ടയും ഒരുമിച്ചിട്ട് തന്നെ ഈ ബൗളിലേക്ക് പൊട്ടിച്ചതിന് ശേഷം അതിന്ന് യെല്ലോ മാത്രം ഇങ്ങനെ കോരിയെടുത്താലും മതി. പക്ഷേ ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് പൊട്ടിയിട്ട് അതിൽ മിക്സായി പോയാൽ തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വേറെ വേറെ കാണിക്കുന്നത്. ഇത് ഓരോന്നെടുത്തിട്ട് എന്നിട്ട് ആ യെല്ലോ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കും. വൈറ്റ് വേറെയും യെല്ലോ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പറെല്ലാം വിരിക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള നല്ല എളുപ്പമായിരിക്കും. ഈ മുട്ടയാണല്ലോ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, മുട്ടത്തോടും എല്ലാം കൂടിയിട്ടൊരു കച്ചറയായിരിക്കും. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഞാനിത് ഇതേപോലെ മെല്ലെ മെല്ലെ ഒന്നെടുത്ത് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കി. ഇനി വൈറ്റ് നമുക്കൊന്ന് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കുന്നത്. ചില നാട്ടിൽ ഇതിന് മുട്ട സുർക്ക എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇല ഉണ്ടല്ലോ, ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് പാട പോലത്തെ ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു മാല ശരിക്കൊന്നും കിട്ടൂല. എന്താ പറയുക, ഹോളിലോട്ട് വീഴാനെല്ലാം കുറച്ച് പണിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ പാടയെല്ലാം ഉണ്ടാവും. ഇത് നമുക്ക് കളയാം. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മറ്റേ ലെക്സ് ലിക്വിഡിൻ്റെ എല്ലാം ബോട്ടിൽ എന്ത് വേണമെങ്കിലും എടുക്കുക. ചില ആൾക്കാരെല്ലാം ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഇങ്ങനെ എന്താ പറയുക, താഴെ ഒരു ഹോൾ ഇട്ടിട്ടാക്കും. പണ്ട് കാലത്ത് നമ്മൾ ചിരട്ടയിലും പ്ലാവിലയിലും എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പർ മുട്ടമാലയായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിലാകുമ്പോൾ നല്ല സുഖമായിരിക്കും. നമുക്കിത് ഫുള്ളിങ്ങനെ ഒഴിച്ചിട്ട് എന്താ പറയുക, നല്ല ഇതായിട്ട് ഒഴിക്കാനും പറ്റും. എന്താ പറയുക, പുറത്തേക്കൊന്നും ആവയില്ല. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം. അപ്പോൾ ഇത് മുട്ടമാല ഞാൻ കോരിയിട്ട് ഈ അരിപ്പയിലോട്ടാണ് ഇടുന്നത്. ചിലർ പ്ലേറ്റ് കുറച്ച് ചെരിച്ച് വെച്ചിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സിറപ്പെല്ലാം എന്താ പറയുക, വേറെ തന്നെ വന്നോളൂ. നമ്മൾ അരിപ്പയിലാണ് ഇടുന്നത്. അപ്പോൾ മുട്ടമാല ഉണ്ടാക്കുന്ന പാനിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു പിഞ്ച് ഏലക്കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചില ആൾക്കാർ ഇതിൻ്റെ ഒരു പഞ്ചസാര ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ കച്ചറെല്ലാം ഇങ്ങനെ മേലെ എന്താ പറയുക പൊങ്ങി വരും. പക്ഷേ ഇപ്പോൾ പഞ്ചസാരയെല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ എല്ലായിടത്തും ഉണ്ടാകുന്ന തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഇതിങ്ങനെ ഒരു ഒറ്റനൂൽ പരുവം അങ്ങനെ ആവാനൊന്ന് വെയിറ്റ് ചെയ്യണ്ട, എല്ലാം കൂടി ഒന്ന് മെൽട്ടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ ബോട്ടിലൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കുറച്ച് ഹൈറ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരിയ മുട്ടമാലയായിരിക്കും. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ചരിക്കാണ്ട് കുറച്ച് ചരിച്ച് കഴിഞ്ഞാലും കുറച്ച് നേരിയതായിട്ട് കിട്ടും. ഇനി തടി വേണമെന്നുള്ളവർ എന്താ പറയുക, ഒന്ന് താഴ്ത്തിയിട്ടും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അതൊക്കെ പിന്നെ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാനിത് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേയല്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ആ ഒരു പദം ഉണ്ടല്ലോ, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം. അപ്പോൾ ആ പദം ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കും. പിന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായിട്ട് വരും. മുട്ടയല്ലേ, പെട്ടെന്ന് എന്താ പറയുക കുക്കായി കിട്ടും. ഇനി വീണ്ടും തീ കുറച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഒരു 2-3 ഡ്രോപ്സ് അത്രയും ഉണ്ട്, ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ ഒരു എന്താ പറയുക, പതയാന്നൊരയിലൊന്ന് അടങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കോരിയെടുക്കും. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. എന്ത് ഈസിയാന്ന് നോക്കിയാൽ, ഭയങ്കര ഈസി ഇത് ഉണ്ടാക്കാൻ.
പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരെല്ലാം സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കും. ഇനി ഇതൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ചൂടെല്ലാം പോയതിന് ശേഷം ഒന്ന് എന്താ പറയുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാനിത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുട്ടൻ്റെ ആ ഒരു അളവും മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും നല്ല മധുരം വേണം കേട്ടോ മുട്ടൻ്റെ ഇതാവുമ്പോൾ. അപ്പോൾ ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ ആ ഒരു മഞ്ഞ ഉണ്ടാക്കിയ ആ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് കട്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മധുരം എല്ലാം കൂടി നോക്കിയിട്ട് എത്ര വേണ്ടെന്ന് നോക്കിയിട്ട് ഇടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ശരിക്കും കുറച്ചധികം തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും, എന്താ പറയുക വൈറ്റ് കാണാൻ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിനും താഴെ ഒരു പേരിന് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ ചില ആൾക്കാരിടും ചില ആൾ ഇടൂല, പക്ഷെ മൈദയും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മൈദ ഇതും എന്താ പറയുക എല്ലാം ഇട്ടിട്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഒരു അടിച്ചെമ്പിൽ ഒരു സ്റ്റീലിൻ്റെ ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ചൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിക്കുക ഫുള്ളായിട്ട്. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ലോണം ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പിഞ്ഞാണി തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ കുക്കായി നമുക്ക് മനസ്സിലാവും. കണ്ടോ നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് പോയതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് എന്താ പറയുക സെർവ് ചെയ്യാം. ഇപ്പോൾ പല ഇതും നിങ്ങൾ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടാവില്ല എങ്ങനെയാണ് മുട്ടമാല സെർവ് ചെയ്യുന്നതും അതെല്ലാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുള്ള ഇപ്പോൾ ഒരു പാർട്ടിക്കെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ചില ആൾക്കാർ യെല്ലോ മാത്രം കഴിക്കുന്നവരുണ്ട്, വൈറ്റ് അധികം കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അടിപൊളി മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.